ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു കുഞ്ഞ് പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ല പോയത്, ഇക്കാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി നാളായി ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പം ഞാനൊക്കെ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ചിലപ്പോൾ ഈ ഓൺലൈനിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അവരങ്ങനെ ആണുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ മറ്റുള്ളവർ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവർക്ക് തീരെ എടുക്കാറില്ല കേട്ടോ. ഓൺലൈൻ വഴിയൊന്നും അങ്ങനെ ഡ്രസ്സൊന്നും എടുക്കാറില്ല. ഞാനൊക്കെ ടോപ്പൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അത് കാരണം ഇക്കാക്കൊന്ന് പാൻറ്റും കുറച്ച് ഒരു ഷർട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സ്ഥിരമായിട്ടൊക്കെ രാമചന്ദ്രയിൽ നിന്നാണ്, നമ്മളെ ട്രിവാൻഡ്രത്തെ രാമചന്ദ്രയിൽ നിന്നാണ് സ്ഥിരമായിട്ട് പാൻറ്റൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും താഴെയാണ് സെക്ഷൻ ഉണ്ടാവാറ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും മേലെയായിരുന്നു. അങ്ങനെ അത് ചോദിച്ചിട്ട് നേരെ മേലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. താഴെയൊക്കെ ഷർട്ടിൻ്റെയൊക്കെ സെക്ഷനാണ്. പക്ഷേ ഈ ഷർട്ട്, ഈ സൈസ് ഷർട്ടൊന്നും ഇടാറില്ല. കാരണം ഫുൾ കൈയും ഇടാറില്ല, ഇതുപോലത്തെ കോട്ടൺ ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല. സിൽക്ക് പോലെ കിടക്കുന്ന ഷർട്ടുകളാണ് കൂടുതൽ ഇടാറുള്ളത്. അത് കാരണം ആ മോഡൽ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ പാൻറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കയറിയിട്ടുള്ളത് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ആ മേലെ കയറിയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. ചൂടെന്ന് വെച്ചാൽ ഈ അവിഞ്ഞു പോകുന്നൊരു ടൈപ്പായിരുന്നു. അതിൻ്റെ അകത്ത് നിൽക്കുന്നവർ എങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനൊരു 100 വട്ടം ആ ഫാനിനെ മൂട്ടി ചെന്ന് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വിയർത്തങ്ങ് ഒഴിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കുന്ന ഈ ജോലിക്കാരെയൊക്കെ എനിക്ക് സമ്മതിക്കാൻ തോന്നി. കാരണം അത്ര ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ചൂടുള്ള സമയത്തൊന്നും ആ കടയിലൊന്നും നിൽക്കാനേ പറ്റില്ല. ഭയങ്കര ആവി പറക്കുന്നൊരു ഫീലാണ് അതിൻ്റെ അത്. പക്ഷേ എങ്കിലും അവിടെ നിന്നൊക്കെ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട്. അപ്പോൾ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ രാമചന്ദ്രയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും അറ്റകുറ്റ പണികളൊക്കെ പാൻറ്റിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഷർട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ തീർത്ത് തരും കേട്ടോ. തച്ച് തരും. അപ്പോൾ അല്ലെങ്കിൽ കാലിൻ്റെ മടക്കൊക്കെ തച്ച് ചെറുതാക്കി തരും എന്ന് വെച്ചാൽ അങ്ങനെ. ഇക്കാക്കുള്ള ഈ കംപ്ലൈൻറ്റ് വന്നതെന്ന് വെച്ചാൽ 2 പാൻറ്റ് എടുത്തതിൽ പിന്നെ അതിൽ 2ലും ബാക്ക് പോക്കറ്റിൻ്റെ അത് തച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നും ഇടാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. ബൈ.